എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ശരിക്കും ഇതൊരു ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. എന്താ പറയുക, ഇന്ന് December 31. ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വേറൊരു 2026 കിടക്കുക. അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിലല്ല, ഹൈദരാബാദ് ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുന്നൊരു ന്യൂ ഇയർ, അതും ഒരു സ്പെഷ്യലൊന്നുമില്ല. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ന്യൂ ഇയർ ആയിരുന്നു ഈ വർഷം. കാരണം ഇവിടെ ആയതുകൊണ്ട് എവിടെ പോകും എങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ല. കണ്ടോ, എണ്ണയൊക്കെ ഇവിടെ കടിയായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് എണ്ണയൊക്കെ എടുക്കാൻ എന്തൊരു പാടാണെന്നറിയാമോ. എന്നുവെച്ചാൽ അത്രയ്ക്ക് തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ AC ഒക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. അതാണ് ഇങ്ങനെ കുടിയൊക്കെ ഇട്ടിട്ടിരിക്കണത്. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഇരിക്കുകയല്ലേ, നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പം പുറത്തേക്കൊക്കെ ഒന്ന് പോകാം. സ്റ്റുഡിയോയിലൊക്കെ സെയിലൊക്കെ നടക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. ഇന്നെനിക്ക് ഓഫൊന്നും അല്ല കേട്ടോ, രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ രാവിലെയൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ഒരു അരമണിക്കൂറൊക്കെ കിടന്നൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ റെഡിയാകുകയാണ്. 7 മണിയൊക്കെ ആകുമ്പത്തിന് പോകണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ സ്റ്റുഡിയോയിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. എനിക്കാണെങ്കിൽ ഉറക്കം അങ്ങോട്ട് വിട്ട് മാറിയിട്ടുമില്ല. പക്ഷേ എന്നാൽ പോകണം, പോയി. പിന്നെ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, സോ പോകാമെന്ന് വെച്ചു. അതുമല്ല പിന്നെ എനിക്കൊരു വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് പോകണ്ടെങ്കിലും പിറ്റേന്ന് തൊട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ടാവുകയാണ്. 2026 ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് അതിൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. പിന്നെ എൻ്റെ മുടിയെ നേരെയാക്കാനുള്ള ബദ്ധപ്പാടാണ് ഞാൻ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം മുടിയിൽ എന്നൊക്കെ ഇങ്ങനെ വെച്ചു. ഇപ്പം ശമ്പളമൊക്കെ കിട്ടി തുടങ്ങുന്നില്ലേ, അപ്പം കിട്ടുന്നുണ്ടല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ വെച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചു വേണ്ട, എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ മുടിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നും അയ്യോ അത് വേണ്ടായിരുന്നു, പഴയ മുടി മതിയായിരുന്നു എന്നൊക്കെ തോന്നും. സോ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണത്. ഇതൊരു ഹെയർ സിറമാണ് കേട്ടോ, സ്ട്രീക്സിൻ്റെ ഹെയർ സിറം. ഇതിൻ്റെ ശരിക്കും ഞാൻ വില അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. കാരണം പണ്ട് ഒരു വട്ടം ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഒരു വിലയും ഇല്ലാതെ ഞാൻ കളഞ്ഞ സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇത് വില ഞാൻ അറിയുന്നു. കാരണം മുടിക്ക് മയം കിട്ടാനും മണം കിട്ടാനും ഒതുങ്ങാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനൊരു ഇതുകൊണ്ട് ഇതിന്. പിന്നെ 2-3 ദിവസമായിട്ട് ശമ്പളമൊന്നും എന്തു പറ്റിയെന്ന് അറിയത്തില്ല. ശമ്പളം ഒന്ന് ലേറ്റായിട്ടാണ് കയറിയതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അത് വന്നു, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നൈറ്റിന് പോകണമെന്നുണ്ടായാലും ഒരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസൊക്കെ കാണില്ലേ. അപ്പോൾ എനിക്കൊരു റെസൊല്യൂഷനുണ്ട്, ഡെയിലി ഞാൻ വ്ളോഗ് ഇടും എന്നൊരു റെസൊല്യൂഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒന്ന്. രണ്ടാമത്തത് ഒരു ഗോൾ എല്ലാത്തിനും സെറ്റ് ചെയ്യണം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. തൽക്കാലം ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. ആ ഗോളെല്ലാം അച്ചീവ് ചെയ്യണം എന്നൊക്കെയാണ് ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ മോഡൽസൊക്കെ ഞാൻ തന്നെ ആക്കാറുള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള മുഖവ്യത്യാസങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇന്ന് 1-ാം തീയതി, ജനുവരി 1-ാം തീയതിയാണ്. ഇന്ന് ന്യൂ ഇയർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്താ പറയുക ഓഡിയോ കൊടുക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് ഒരു പ്ലാനും ഇല്ലാതിരുന്ന ഞാനും അതുപോലെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഈശ്വരൻ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുത്തരിക എന്ന് പറഞ്ഞ പോലെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. വെളിയിൽ പോകാനും ഒരു പ്ലാനില്ലായിരുന്നു, ഫുഡ് കഴിക്കാനൊരു പ്ലാനില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അതിൻ്റെ വീഡിയോ ഒക്കെ ചെറിയ ക്ലിപ്സായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, മൊത്തത്തിൽ ഇട്ടിട്ടില്ല. അവിടെ ഞങ്ങൾ ഇനിയും ഒരു വട്ടം പോകും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. നല്ല രസമായിരുന്നു. അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ന്യൂ ഇയർ സ്പെഷ്യലൊക്കെ ആയതുകൊണ്ട് നല്ല ഫുഡ്സൊക്കെ കഴിച്ച് നമ്മുടെ കൂടെയുള്ള
കൊളീഗ്സിൻ്റെ കൂടെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാനായിട്ടുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവർ വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ പോകാമെന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ പോയതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുത്തില്ല, വീഡിയോ ഓണാക്കിയിട്ടില്ല എന്നൊക്കെ മനസ്സിലായത്. അവിടെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ സെയിൽ ടൈമാണ്. ഇതെല്ലാം 199 ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ 299 ഉണ്ട്, അങ്ങനെ കുറേ 199 സ്റ്റാർട്ടിംഗ് ഉണ്ട്, 399 ടീഷർട്ട്സൊക്കെ ഉണ്ട്, ഷർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഷർട്ടൊന്നും അത്രയ്ക്ക് വലിയതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇതിപ്പോൾ ജെൻ സെക്ഷനിലാണ് ഞങ്ങൾ വന്നത്. ലേഡീസ് സെക്ഷനിൽ ഉണ്ട്, എന്നാലും അത്ര പിടിച്ചൊന്നുമില്ല. ഡെയിലി മെയിനായിട്ട് ഞാൻ എടുക്കാൻ വന്നൊരു വൈറ്റ് പാൻറ്റും ബ്ലൂ ഷർട്ടും ആയിരുന്നു. പക്ഷേ അത് രണ്ടും, ബ്ലൂ ഷർട്ട് അവിടെ ഇല്ല, ഒരു ടീഷർട്ട് കിട്ടിയത് ഞാൻ പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് ഒത്തിരി വലുതായിരുന്നു. ഇപ്പോൾ സ്റ്റുഡിയോയുടെ പ്രത്യേകത എനിക്കറിയാമല്ല, ഒരു സൈസിനെക്കാട്ടും നമ്മൾ ഒരു സൈസ് കുറച്ചിട്ടാൽ മതി. പക്ഷെ ഞാൻ എടുത്തപ്പോഴും ഞാൻ ആ സത്യം മനസ്സിലാക്കി, എൻ്റെ വണ്ണം കുറഞ്ഞു ഗൈസ് ഇവിടെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ടീഷർട്ട്സൊക്കെ നോക്കി. ഈ ഇരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് 299 ടീഷർട്ട്സൊക്കെ ആയിരുന്നു. അതിൽ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളും എടുത്തു, ജ്യൂസും എടുത്തായിരുന്നു. പക്ഷേ ആ ടീഷർട്ട് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് താഴെ വന്നിട്ട് നോക്കിയപ്പോൾ അത് ഇച്ചിരി ലൂസാണ്. അപ്പോൾ അത് എടുക്കാമെന്നൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ഇച്ചിരി കൂടുതലല്ലേ. എനിക്ക് അതിൻ്റെ പുറകിലത്തെ പ്രിൻ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂടുതലല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇപ്പോൾ വാങ്ങണ്ടല്ലോ. കഴിഞ്ഞ മാസം ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ്. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ വാങ്ങുന്നത്. എനിക്ക് വേറൊരു അത്യാവശ്യമായിട്ട് ഒരു സാധനം വാങ്ങണമായിരുന്നു. അത് വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീഷർട്ട് കൂടെ വാങ്ങിച്ചിട്ടോ. ആ ബ്രൗൺ കണ്ടില്ലേ, ഇപ്പോൾ ആ പുള്ളിക്കാരി എടുക്കുന്ന ആ ബ്രൗൺ ടീഷർട്ട് ഞാൻ വാങ്ങിച്ചു. അതൊരു സ്പെഷ്യൽ വേണ്ടിയിട്ടാണ്. അതാരാന്ന് ഞാൻ പറയുന്നത്, ഈ ബ്രൗൺ ടീഷർട്ട് അത് ഞാൻ വെച്ചിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി. എനിക്കാണ് ബ്ലാക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ എടുത്തു. ഞാൻ താഴെ ചെന്നിട്ടൊക്കെ നോക്കി. പക്ഷേ അത് ഇച്ചിരി ജെൻസി നമ്മൾ എടുക്കുന്നതുകൊണ്ടും ഇച്ചിരി ഓവർ സൈസ്ഡായിട്ട് കിടക്കും. അതതിൻ്റെ ഒരു പ്രശ്നമാണെങ്കിലും അത് കുഴപ്പമില്ലായിരുന്നു. ഒക്കെ രസമായിരുന്നു. പക്ഷേ ഈ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നുണ്ടല്ലേ ബ്ലൂ കളറിലെ ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. അതിന് 399 ആയിരുന്നു. അത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഒരു അമൃത എന്ന് പറഞ്ഞൊരു സീരിയൽ നടിയുടെ ഇത് കണ്ടിട്ടെടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ബ്ലൂ ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ വളരെ വലുതായിരുന്നു. ഓവർ സൈസ്ഡ് ആണെങ്കിലും പക്ഷേ അതിനൊരു വൃത്തിയില്ലാത്ത ഓവർ സൈസ്ഡായി. ഇപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇച്ചിരി കൂടെ ഭയങ്കരമായിട്ട് വലുതായി. ഇത് കണ്ട, വാ നമുക്ക് എടുക്കാം. അപ്പോൾ ജോസ്മി പറയുന്നത്, ഇത് അമീനെ വാ വേഗം വാ, ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ ഇടണേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഫോട്ടോ അല്ല വീഡിയോ ഒക്കെ സെൽഫി പോലെ ഇങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങൾ വീണ്ടും ജെൻ സെക്ഷനിൽ പോയിട്ട് വേറെ 2-3 നോട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വെച്ചു. അവിടെ ചെന്നതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഒരുമാതിരി എല്ലാവരും കൂടെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വന്ന പോലെ അല്ല. അവിടെ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. അവർക്ക് നല്ല പണിയുണ്ട് എന്തായാലും. വളരെ വലിച്ചെറിഞ്ഞൊക്കെ ഇട്ടേക്കുക. പ്ലെയിൻ ബ്ലാക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. പ്ലെയിൻ ബ്ലാക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ പോയില്ല. എനിക്ക് അറിയാം കുറച്ചുകൂടെ ഞാൻ അവിടെ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നിരിക്കും. അപ്പോൾ ഞാൻ എടുത്തു 2 സാധനം ഞാൻ എടുത്തു. പിന്നെ അവളും എടുത്തു കേട്ടോ. കുറേ ഡ്രസ്സൊക്കെ എടുത്തു. അതിനകത്ത് അമീന എടുത്തില്ല. കാരണം അവൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കഴിഞ്ഞ മാസം ഓൾറെഡി ഞങ്ങൾ എടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്കൊരു സാധനം അത്യാവശ്യമാണ്, ഒരെണ്ണം വേറെ കൂടെ വാങ്ങിയതുകൊണ്ടാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് 499 അങ്ങനെ എന്തോ ആണ് റേറ്റ്. ഇത് കൊള്ളാം. ത്രൈവ് എന്നൊക്കെ എഴുതിയിട്ട് അതിന് പല കളേഴ്സിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പലരുടെ റൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഞാൻ കണ്ടിട്ട് അവിടെ ഇട്ടിട്ട് പോന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. എല്ലാവരുമായിട്ട് അന്ന് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ രസമല്ലേ. ആ വൈറ്റ് ഷർട്ട് കണ്ട് അവിടെ ഒരു തൂക്കിയിട്ടിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് അന്ന് ഉള്ള കളക്ഷനെക്കാട്ടിലും കുറവ് കളക്ഷനാണ് ഇന്ന് ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ. പക്ഷേ സെയിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്കത്ര എല്ലാം ഒന്നും പിടിച്ചില്ല.
പിന്നെ അങ്ങോട്ടെല്ലാം കിഡ്സിൻ്റെ സെക്ഷൻസ് ആയിരുന്നു കേട്ടോ. ചുമ്മാ ഞങ്ങൾ അവിടെ എല്ലാം പോയി ഒന്ന് വെറുതെ എല്ലാം നോക്കി, ഒന്നും എടുത്തൊന്നുമില്ല, ചുമ്മാ എടുത്തിങ്ങനെ നോക്കുക, എല്ലാം എന്തായാലും വന്നതല്ലേ, എല്ലാം കണ്ടിട്ട് പോകാം എന്നൊക്കെ വെച്ച്. അവരുടെ കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് പറ്റുന്ന കുറേ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ തന്നെ വന്നിട്ട് എടുത്തിങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ടിങ്ങനെ പോന്നു. പിന്നെ ഒരു 10-13 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഷർട്ടും ട്രൗസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പാൻറ്റ് നല്ല പാൻറ്റായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയ പാൻറ്റാണ് കേട്ടോ. പിന്നെ ഷൂസൊക്കെ ഉണ്ടായിരുന്നു 399 499 അതൊക്കെ നല്ലതാണെന്ന് തോന്നി. കാരണം ഞാൻ അതിന് മുന്നേ ഒരു സ്റ്റുഡിയോ തന്നെയാണ് എടുത്തിരുന്നത്, അതിനേക്കാളും നല്ലതാണ്. പിന്നെ വേറൊരു ബ്രൗൺ ടീഷർട്ട് അവിടെ വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ അവൾ നിൽക്കുകയാണ് കേട്ടോ. അവൾ എടുത്തില്ലത്. പിന്നെ ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പൈസ ഇടുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വെച്ചിട്ട് പോകണം. പിന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യം, ഞങ്ങൾ തന്നെ ഈ ഹോട്ടലിലാണ് യൂസ് പോയത്. അതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഇനി ഒരു വട്ടം ഞങ്ങൾ പോകും, അപ്പോൾ ഞാൻ പറയാം കേട്ടോ. ഫുഡൊക്കെ കയറി കഴിച്ചിട്ട് തിരിച്ചിറങ്ങുന്നത് ഞങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് സീക്വൻസ് ഞാൻ എടുത്തിട്ടില്ല, അപ്പം ഞാനത് ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇനി ഞാൻ പോകുമ്പോൾ ഇനി അതൊക്കെ